ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വർഷയെ പോയിട്ട് രേവതിയും സച്ചിയും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരികയാണ്. കാരണം ഒരു കാരണവശാലും ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ മുടങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ വർഷ നല്ല സുന്ദരിയായി ഒരുങ്ങി കെട്ടിക്കൊടുത്ത് ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശ്രീകാന്തും പ്രിയയുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നൊരു സംശയം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെങ്കിലും അങ്ങനെയൊന്നുമില്ല. പ്രിയക്ക് ഒരു അപകടം സംഭവിച്ചപ്പോൾ അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടാണ് ശ്രീകാന്ത് ഒരുങ്ങിയത്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വർഷക്കും ഭയങ്കര ടെൻഷനായി. താൻ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. തനിക്ക് ശ്രീകാന്തിനോട് ഒന്ന് ചോദിക്കാമായിരുന്നു. ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലാണ്, എന്തിനേറെ പറയുന്നു, അവസാനം ഡിവോഴ്സ് ചെയ്യാൻ വരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വർഷക്കിനി ഈ ഒരു ജീവിതം പോലും ശ്രീകാന്തുമായിട്ട് വേണ്ട എന്ന് തന്നെ അവൻ തന്നെ ചതിച്ചു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വർഷയുടെ മനസ്സിൽ. ഇത്രയും നാളും പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് ഒരു നിമിഷം വേറൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ പിന്നാലെ അവൻ പോയി. പിന്നെ അവൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് സച്ചിയും രേവതിയും കാര്യങ്ങളൊക്കെ വർഷയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമേ ഉള്ളൂ വർഷേ, അല്ലാതെ അവൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണുമില്ല. അങ്ങനെയൊന്നും ശ്രീകാന്തിന് മാറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷയെ അവരങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വർഷക്കും സത്യമെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഈ സമയത്തിന് വർഷയൊന്നും കാണാതെ വന്നപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനിലായി പോയി ശ്രീകാന്ത്. ഇനിയിപ്പോൾ ഫംഗ്ഷൻ മുടങ്ങോ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ എന്തു പറയും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ നാണം കെടോ, അതോടൊപ്പം തന്നെ സച്ചിയും രേവതിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചന്ദ്രമതിക്കും ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. പോരാത്തതിന് മധുസൂദനും മഹിമയൊക്കെ ശ്രീകാന്തിനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. സത്യം പറ, എൻ്റെ മോൾ എവിടെയാ? ഇത്ര സമയമായിട്ട് അവളെയൊന്നും കാണുന്നില്ലല്ലോ, അവൾ ഇവിടേക്ക് വരേണ്ടതില്ലേ? ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ ഒഴിഞ്ഞു മാറി വിട്ടോണ്ടേയിരുന്നു. പക്ഷേ എങ്കിൽ അവരൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്താ എൻ്റെ മോൾക്ക് സംഭവിച്ചത്? സത്യം പറ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോണിൽ എടുക്കുന്നില്ല, ഫോണിൽ കിട്ടുന്നുമില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടാതായത് കൊണ്ട് തന്നെ അവർക്ക് ആകെ ടെൻഷനാവുകയാണ്. അങ്ങനെ ആകെപ്പാടെ പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും സച്ചിയും രേവതിയും കൂടി വർഷയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ഒരുപാടധികം സമാധാനമായി. അവനങ്ങ് രക്ഷപ്പെട്ടൊരു ദീർഘനിശ്വാസം വീടാണ്. വർഷയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വർഷ വന്നു കഴിഞ്ഞപ്പോൾ മഹിമയും മധുസൂദനൊക്കെ ഓടിച്ചെന്ന് അങ്ങോട്ടേക്ക് വന്നു. വർഷയങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇത്രയും നേരം എവിടെയായിരുന്നു? നിനക്ക് എന്താ പറ്റിയത്? എത്ര സമയം നിന്നെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു? ഇന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ നടക്കുന്ന സമയത്തിന് നീ ഡബ്ബിങ്ങിന് പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അന്നേരം വർഷ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? എൻ്റെ ജോലി കൃത്യമായിട്ട് നടത്തേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തതോ എന്ന് ശ്രുതി ചോദിച്ചു. ശ്രുതിക്ക് പണ്ടേ ഇത്തിരി കുശുമ്പുള്ളതാണല്ലോ, അതുപോലെ തന്നെ ശ്രുതിക്കും ഷോപ്പുള്ളതാ. ഇത്രയും സമയം നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറയും. ആ സമയത്തന്നെ മഹിമ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇത്ര ലേറ്റ് ആയതേന്ന്? അത് പിന്നെ ഈ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ലേറ്റായി തയ്ച്ച് കിട്ടാനായിട്ട്, അതുകൊണ്ട് നേരം വൈകിയെന്ന് പറയും. അന്നേരം അതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അച്ചമ്മ പറയുന്നുണ്ട്, സാരമില്ല പോട്ടെ, ഏതായാലും വർഷമോള് സമയത്ത് തന്നെ എത്തിയല്ലോ, കേക്ക് മുറിക്കാം, ഇനിയിപ്പോൾ ആരും അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും അങ്ങോട്ടേക്ക് വരാൻ പറയാണ്. ഈ സമയത്ത് മഹിമ വർഷയെ നോക്കി. മഹിമയുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഇവൾ പറയുന്നത് ശരിക്കും സത്യമാണോ അല്ലയോ എന്ന് എന്തോ കള്ളത്തരം ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ മഹിമക്ക് തോന്നാണ്. അന്നേരം സച്ചിയും രേവതിയും പറഞ്ഞു, ഇനിയിപ്പോൾ ആരും നിൽക്കേണ്ട, വാ ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായില്ലേ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വിളിക്കുന്നുണ്ട്. മധുസൂദനൻ ഇതൊട്ടും തന്നെ ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഹാളിലാണെങ്കിൽ ഭയങ്കര ചൂട്, AC ഇല്ലാത്ത ഒരു ഹാളായിരുന്നു. മധുസൂദനാണെങ്കിൽ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. അവൻ അതിനും ഇതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് അച്ചമ്മയ്ക്ക് ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാനായില്ല. അച്ചമ്മക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ചമ്മയുടെ സ്വഭാവം വെച്ച് അപ്പം തന്നെ അവിടെ നിന്നും അടിച്ചിറക്കി വിടേണ്ടതാണ്. പിന്നെ വർഷയുടെ അച്ഛനും അമ്മയുമാണല്ലോ എന്ന് കരുതി മാത്രമായിരിക്കും അച്ചമ്മ അങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു ഫംഗ്ഷനാണല്ലോ തങ്ങളെ വിളിച്ചിരിക്കുന്നത്, ശ്രീകാന്ത് വിളിച്ചതാണ് അവരെ, അപ്പോൾ പിന്നെ അവരെ അപമാനിച്ചു വിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രം അച്ചമ്മ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ അച്ചമ്മ ഇങ്ങനെ ആകെപ്പാട് എന്തോ ഒരു പൊരുത്തക്കേട് പോലെ നിൽക്കുകയാണ്. വർഷയുടെ വീട്ടുകാർ വലിയ വീട്ടുകാരല്ലേ, അതുകൊണ്ട് അവർക്കിത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മാത്രമായിരിക്കും അച്ചമ്മ ഇങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ, അച്ചമ്മ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒടുവിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങാണ്.
എല്ലാവരും വെഡിങ് ആനിവേഴ്സറി വിഷസൊക്കെ പറയുന്ന സമയത്തിന് വർഷയും ശ്രീകാന്തും കൂടി കേക്ക് കട്ട് ചെയ്യുന്നത് എന്നിട്ട് പരസ്പരം കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നീട് ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും. അങ്ങനെ എല്ലാവരും ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. ആ സമയത്തിന് വില കൂടിയ ഗിഫ്റ്റാണ് മധുസൂദനും മഹിമയും കൂടി വർഷയ്ക്ക് കൊടുക്കുന്നത്. ഡയമണ്ടൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. ചെറിയൊരു പാക്കറ്റിൽ ഡയമണ്ട് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ വർഷ അതൊന്നും തന്നെ പൊട്ടിച്ചു നോക്കാനൊന്നും പോയില്ല. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ മധുസൂദനൻ അപ്പുറത്ത് വന്ന് ഫോൺ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്താണ് രവീന്ദ്രൻ പറയുന്നത്. രവീന്ദ്രനെ കണ്ടപ്പോൾ മധുസൂദനൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മകൻ്റെയും മരുമോളുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ, എന്താ രവീന്ദ്ര നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം രവീന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്ക് വലുതായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അന്നേരം അത് കേട്ട് മധുസൂദനൻ പറഞ്ഞു, ഓ, അല്ലേലും റിട്ടയർഡ് KSRTC ഡ്രൈവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും? പെൻഷൻ തുക സ്വരൂപിച്ച് വെച്ചാൽ പോലും ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമല്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾ വില കൂടിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അതിര് കടന്ന ആ ഒരു സംസാരമെല്ലാം കേൾക്കുന്നത് അത് കേട്ടുകൊണ്ടായിരിക്കും അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചമ്മ അത് കേട്ടു. അച്ചമ്മക്ക് ദേഷ്യം വരികയാണ്. അപ്പോഴേ രവീന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും മധുസൂദനൻ മോൾക്ക് നല്ല രീതിയിൽ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തുവാണല്ലോ, എന്നിട്ട് ഒരു ചെറിയ ഗിഫ്റ്റാണല്ലോ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കണ്ടേന്ന് പറയും. അതോ, അത് ചെറുതൊന്നുമല്ല, അതൊരു ഡയമണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത്, അതോ ഒന്നാം തരം ഡയമണ്ടാണ് കൊടുത്തത് എന്ന് പറയും. രവീന്ദ്ര പിന്നെ ഒന്നും ചോദിക്കാനോ നിന്നില്ല. നേരെ മിണ്ടാതെ അകത്തേക്ക് പോയി. അച്ചമ്മക്ക് ദേഷ്യമായി. ഏതായാലും ഇവനിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്നിങ്ങനെ അച്ചമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കാണിച്ചു കൊടുക്കണമെന്നൊക്കെ കരുതിയിട്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു. ഫോണൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് മധുസൂദനൻ. അച്ചമ്മക്കാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് കളരി മർമ്മവും കാര്യങ്ങളൊക്കെ അറിയാം. അച്ചമ്മയുടെ കൂടെ അവൻ്റെ വിരലെടുത്തുകൊണ്ടതിന് 2 കുത്തായിട്ടങ്ങ് അവൻ്റെ കഴുത്തിനങ്ങ് ഇട്ട് കുത്തും. ഒരു നിമിഷം പെടലി വെട്ടിയതുപോലെ അങ്ങ് നിന്നു പോവാണ്, സ്റ്റെക്കായിട്ട് അങ്ങ് നിന്നു പോവാണ് മധുസൂദനൻ. അച്ചമ്മേൻ്റെ വിരൽ കൊണ്ടതോടുകൂടി തന്നെ ഞരമ്പ് ഇങ്ങനെ പെടഞ്ഞു പോയതുപോലെയാവാണ്. മധുസൂദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കഴുത്തൊന്നും തിരിക്കാൻ പോലും പറ്റുന്നില്ല. അച്ചമ്മ പറഞ്ഞു, വന്നപ്പോൾ തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്, നിന്റെ അഭ്യാസം. കുറച്ച് സമയം നീ ഏതായാലും ഇതുപോലെ ഇവിടെ നിൽക്കുകയെന്ന് പറയും. ഇത് കണ്ടുകൊണ്ടായിരിക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി പോലും അങ്ങ് അന്തം വിട്ടുപോയി. ഹാ, അച്ചമ്മ ആള് കൊള്ളാണല്ലോ, അച്ചമ്മ പുലിയാണല്ലോ എന്ന് പറയും. പിന്നീട് അച്ചമ്മ അതങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകുമ്പോഴേക്കും സച്ചി പിന്നാലെ വന്ന് പറഞ്ഞു, അച്ചമ്മേ, അത് കൊള്ളാലോ വിദ്യ, അതെനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചതായെന്ന് ചോദിക്കും. അന്നേരം അച്ചമ്മ പറയുന്നത്, അതെ, തൽക്കാലത്തേക്ക് നിന്നെ ആ വിദ്യ പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കേണ്ട വേറൊരാളുണ്ട്. അതാരാ അച്ചമ്മ ചോദിക്കുന്ന സമയത്തിന് രേവതി എന്ന് പറയും. രേവതിയെ? അതെ, രേവതി മോളെ ഞാൻ ഈ വിദ്യ പഠിപ്പിക്കുമെന്ന് പറയുന്ന സമയത്തിന് എൻ്റെ പൊന്നച്ചമ്മേ, അതിൻ്റെ കൂടി ഒരു കുറവേ ഉള്ളൂ. അച്ചമ്മ ഇനി അതെങ്ങാനും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അത് എന്നെ വെറുതെ വിടുമെന്ന് അച്ചമ്മക്ക് തോന്നുന്നുണ്ടോ? ഈ സമയമായിരിക്കും രേവതി വരുന്നത്. രേവതി വന്നപ്പോൾ അച്ചമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞത്, അച്ചമ്മേ, അങ്ങനെയാണെങ്കിൽ എന്നെ അതൊന്ന് പഠിപ്പിച്ചു തായോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചിലരൊക്കെ തല പൊക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു നല്ലൊരു അവസരമാണത് എന്നൊക്കെ പറയും. എന്നെ പഠിപ്പിച്ചു തരാൻ പറയാണ്. സച്ചി പറയുന്നത്, അച്ചമ്മേ, ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള വിദ്യകളൊന്നും ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇവൾ എനിക്കൊരു സ്വസ്ഥയും സമാധാനവും തരുന്നില്ല എന്നൊക്കെ പറയണം സച്ചി. ഈ സമയത്തിന് മധുസൂദൻ ഇങ്ങനെ നിൽക്കുമായിരിക്കും സ്റ്റെക്കായ പോലെ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹിമ അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, എന്ത് പറ്റി മധുവേട്ട, എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. മധുസൂദനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനും പോലും പറ്റാതെ നിൽക്കുവാണ്. പെട്ടു നിൽക്കുവാണ് ആള്. കഴുത്താണെങ്കിൽ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അച്ചമ്മയാണെങ്കിൽ ഇതൊക്കെ മാറി നിന്ന് അവിടെ ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. നീ ഏതായാലും അവിടെ നിൽക്ക്, കുറേ സമയമായില്ലേ നിന്റെ അഹങ്കാരം എത്രയെന്ന് വെച്ചാൽ ഇത് സഹിക്കുന്നത്. അങ്ങനെ ഏതായാലും കുറേ സമയം കഴിഞ്ഞപ്പോൾ അച്ചമ്മ തന്നെ വന്നിട്ട് അതിന് മറുമരുന്ന് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു മറുമർമ്മത്തിൻ്റെ അങ്ങ് പിടുത്തം അങ്ങ് പിടിച്ചു. ഒടുവിൽ അവൻ്റെ കഴുത്തങ്ങ് ശരിയായി. മധുസൂദന് ഭയങ്കര സമാധാനമാവാണ്. അച്ചമ്മ പറഞ്ഞിട്ട്, ഇനി മേലാൽ ഇമാതിരി പ്രകടനവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് എൻ്റെ മകനെയും കൊച്ചുമകനെയും അധിക്ഷേപിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല. അതൊന്നും കണ്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ശരിക്കും നാണം കിട്ടു പോവാണ് മധുസൂദനൻ. ഇത്രയൊന്നും അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായി തന്നെ നടന്നു കഴിഞ്ഞു. അതിനിടയിൽ തന്നെ അച്ചമ്മ തനിക്ക് ഇങ്ങനെയിട്ടൊരു പണി തരുമെന്ന് മധുസൂദനൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരികെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഉടനെ തന്നെ ശ്രീകാന്തും വർഷയും ചേർന്ന് രേവതിക്ക് വലിയൊരു സമ്മാനം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം രേവതിയും സച്ചിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ ഇത്രയും അധികം ഗംഭീരമായി തന്നെ നടന്നിരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത് നടക്കില്ലായിരുന്നു. അവർ കൃത്യസമയത്തിന് പോയിട്ട് വർഷയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ടല്ലേ വർഷ തിരികെ വന്നത്. അപ്പോൾ ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ നടന്നു. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് രേവതി ചേച്ചിക്ക് എൻ്റെ വകയായിട്ട് കൊടുക്കണമെന്ന് വർഷ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ വല്ലാതങ്ങ് മാറുകയാണ്. കാരണം രേവതിയാണെങ്കിൽ അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തത് ഒരു പൂ കൊണ്ടുണ്ടാക്കിയ ഒരു പൂക്കുട മാത്രമായിരുന്നു.
രേവതിയുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയൊന്നുമില്ലല്ലോ. രേവതിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സമ്മാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. പക്ഷേ വർഷ രേവതിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ശ്രുതിക്ക് സുധിയോട് പറയുന്നുണ്ട്, ഇതെന്തിനാ, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഇവർക്കല്ലേ സമ്മാനം കൊടുക്കേണ്ടത്, പകരം ഇവരെന്തിനാ ആ രേവതിക്ക് സമ്മാനം കൊടുക്കുന്നതെന്ന് ചോദിക്കും. ഇത് വർഷ കേട്ടു. അന്നേരം ശ്രുതി പറയുന്നുണ്ട്, അതോ അയ്യോ ഇത് വർഷ കേട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല അങ്ങനെ ഞാൻ ചോദിച്ചു എന്നൊന്നും പറയുന്നൊന്നുമില്ല. സാധാരണ വെഡിങ് ആനിവേഴ്സറിക്ക് വർഷക്കല്ലേ ഗിഫ്റ്റ് തരേണ്ടത്, അപ്പോൾ വർഷം എന്തിനാ തിരിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കും. ഓ അതാണോ കാര്യം, അതെ എൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തതൊക്കെ രേവതി ചേച്ചിയല്ലേ, അതുകൊണ്ടാണെന്ന് പറയും. അല്ലാതെ പിണങ്ങി പോയ സമയത്ത് പോയി കൂട്ടിക്കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആർക്കും തന്നെ ഇവിടെ അറിയുന്നുണ്ടായിരുന്നില്ല. രേവതിയും സച്ചിയൊക്കെ വളരെയധികം രഹസ്യമായിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. ശ്രീകാന്തിന് മാത്രമേ ഈ ഒരു കാര്യമെല്ലാം തന്നെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒടുവിൽ വർഷ ഒരു സമ്മാനം കൊടുക്കുകയാണ് രേവതിക്ക്. ആ സമ്മാനം രേവതിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടിയിരുന്നില്ല വർഷേ, സമ്മാനത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയും. അതറിയാം, കാരണം ആ ഫംഗ്ഷൻ്റെ സമയത്താണെങ്കിലും രേവതിയും സച്ചിയും ഒക്കെ പുകഴ്ത്തിയിട്ടാണ് വർഷ സംസാരിക്കുന്നത്. കാരണം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബന്ധമാണ് രേവതിയേട്ടത്തിയുടെയും സച്ചിയേട്ടൻ്റെതും. എനിക്കൊരു സ്വന്തം ചേച്ചി ഇല്ലാത്തതിൻ്റെ കുറവ് ഇപ്പോൾ രേവതി ചേച്ചി നികത്തുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിയേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സച്ചിയേട്ടനെ പറ്റിയിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, സച്ചിയേട്ടൻ്റെ സ്വഭാവം. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയല്ല. സച്ചിയേട്ടൻ ആരാന്നൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി. വിദ്യാഭ്യാസം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. നല്ല സ്നേഹമുള്ള ആളാണ്. നല്ല രീതിയിലല്ലേ സച്ചിയേട്ടൻ്റെ പെരുമാറ്റം. ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് സംശയിച്ചു പോവും. അങ്ങനെ ഒരുപാടധികം പുകഴത്തിലായിരുന്നു വർഷ. ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ശ്രുതിക്ക്. ചന്ദ്രമതിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രമതിക്കിട്ടൊരു പണി കൊടുത്തുകൊണ്ടായിരിക്കും വർഷം സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ രവീന്ദ്രനെയും ഒരുപാടധികം പുകഴ്ത്തി സംസാരിക്കും. എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് ഇവിടുത്തെ അച്ഛൻ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന. തന്നെക്കുറിച്ചൊരു വാക്ക് പോലും അവൾ നല്ലത് പറഞ്ഞില്ല. ബാക്കി എല്ലാവരെക്കുറിച്ചും നല്ലതൊക്കെ പറഞ്ഞു. അന്നേരം ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെ ശ്രുതിക്കും ഉണ്ടായിരുന്നു. പോരാത്തതിന് വീട്ടിൽ വന്നപ്പോൾ ഗിഫ്റ്റും കൂടി കൊടുത്തപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ തരുന്നത്. എനിക്കൊരു ആപത്ത് വന്നാലും എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാൻ രേവതി ചേച്ചിയുണ്ട്. അങ്ങനെ ഒടുവിൽ രേവതി ആ ഒരു സമ്മാനം പൊട്ടിച്ചു നോക്കുകയാണ്. ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഒരു മൊബൈൽ ഫോണായിരുന്നു. ഈ മൊബൈൽ ഫോൺ കണ്ടപ്പോൾ രേവതി പറയുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന്. എന്തിനാ വർഷേ എനിക്കിതൊക്കെ? അതെ, രേവതി ചേച്ചി ഇപ്പോൾ പൂ കൊടുക്കാനൊക്കെ പുറത്തൂടെ ഒക്കെ പോകുന്നതല്ലേ, അതുമാത്രമല്ല ഓഡിറ്റോറിയം ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രേവതി ചേച്ചിക്ക് നല്ലൊരു ഫോൺ ആവശ്യമാണ്, അതുകൊണ്ടാണെന്ന് പറയും. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, പിന്നെ പൂക്കുട്ടുന്നവൾക്ക് എന്തിനാ ഇത്ര നല്ല ഫോണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഫോൺ വെച്ചൊന്നല്ലല്ലോ ഇവൾ പൂക്കെട്ടുന്നത്, കൈ വെച്ചുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കും. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ അതെ ചേച്ചി പണ്ട് പഴയതുപോലെയൊന്നുമല്ല, മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ ഇതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള പുതിയൊരു ഫോൺ തന്നെ വേണം. പിന്നെ പുതിയ ഐഡിയാസൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു ഫോൺ അത്യാവശ്യമാണ് എന്നൊക്കെ പറയും. ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് ഇത്രയും വലിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലേ തങ്ങൾക്കൊന്നും വാങ്ങിച്ചു തന്നില്ല എന്ന്, രേവതിക്ക് എല്ലാം വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. സച്ചിക്കും രേവതിക്കും ഏതായാലും ഒരുപാടധികം സന്തോഷമായി. അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇതേ സമയത്തിന് അസൂയോട് കൂടെ തന്നെ അവരെ നോക്കിയിട്ട് ശ്രുതിയും നേരെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ചന്ദ്രമതി അകത്തേക്ക് കയറി പോകുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞു, കണ്ടോ ചന്ദ്രേ, ഇതാ പറഞ്ഞത്, കൊടുത്താൽ കിട്ടുമെന്നുള്ള ആ ഒരു കാര്യം കണ്ടില്ലേ? രേവതി അവരുടെ മനസ്സോട് സ്നേഹിക്കുന്നുണ്ട്, അതിന് അവർ തിരികെ കൊടുക്കുന്നത് കണ്ടോ? അത് അവരുടെ സ്നേഹ സമ്മാനമാണെന്ന് പറയും. ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ ഒരു സ്നേഹ സമ്മാനം, അവളുടെ അമ്മായിമ്മയായിട്ട് ഞാൻ ഇവിടെയുണ്ട്, എന്നിട്ട് എനിക്കൊന്നും തരാൻ അവൾക്ക് തോന്നിയില്ലല്ലോ എന്ന് പറയും. അതിന് നീ എന്താ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത്? പിന്നെ ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? എടി എന്താടി നീ ചെയ്തു കൊടുത്തിരിക്കുന്നത്? ആ രേവതി ചെയ്തു കൊടുക്കുന്നതിൻ്റെ 1/4 പോലും നീ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സമ്മാനം വേണമെന്ന് പറഞ്ഞ് കൈനീട്ടി ചെന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയായിട്ട് കുറേയധികം കളിയാക്കാണ്. എന്താണെങ്കിലും വർഷ രേവതിക്ക് നല്ലൊരു സമ്മാനം കൊടുത്തു എന്ന് മാത്രമല്ല, ചന്ദ്രമതിക്കും ശ്രുതിക്കും ഇട്ട് നല്ലൊരു മുട്ടമണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ വലിയൊരു കോലാഹലമാണ് നടക്കുന്നത്. രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് തൻ്റെ ആ ഒരു പുതിയ ഫോണും പിടിച്ച് ഹാളിലിരിക്കുകയായിരുന്നു. പുതിയ ഫോണായത് കൊണ്ട് തന്നെ അതിൽ ഓരോ ഫീച്ചേഴ്സും സച്ചി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതൊന്നും കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ മാറി നിൽക്കുമായിരിക്കും ശ്രുതിയും ചന്ദ്രമതിയും. ഇതിനിടയിൽ മുറ്റമടിക്കാൻ വേണ്ടി രേവതി ഫോൺ അവിടെ വെച്ച് ഡൈനിങ് ടേബിൾ വെച്ചിട്ട് പുറത്തേക്ക് പോയി. ഈ സമയം നോക്കി വന്ന ശ്രുതി പതുക്കെ അങ്ങോട്ടേക്ക് വന്ന് ഫോൺ എടുത്ത് ആരും അറിയാതെ അവളുടെ റൂമിലെ അൽമാറയുടെ തുണിക്കിടയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. വിലപിടിപ്പുള്ള ആ ഒരു ഫോൺ കിട്ടിയതിൻ്റെ അഹങ്കാരമൊന്ന് തീർക്കണല്ലോ. അവൾ അതങ്ങ് കളഞ്ഞു കുളിച്ചു എന്ന് എല്ലാവരെയും വിശ്വസിച്ചോട്ടെ എന്നായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ അസൂയ മൂത്തുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല. മുറ്റമടിച്ചു കഴിഞ്ഞ് അകത്തേക്ക് വന്ന രേവതി ടേബിളിൽ നോക്കുന്ന സമയത്തിന് തൻ്റെ ഫോൺ അവിടെ കാണുന്നില്ല. അവൾ ആകെ പരിഭ്രമിച്ചു. അവിടെയും ഇവിടെയുമൊക്കെ തപ്പി നോക്കിയിട്ടും അതൊന്നും കിട്ടുന്നില്ല. കുഷ്യൻ്റെ അടിയിലും ടിവിയുടെ പുറകിലും എല്ലാം നോക്കി. ഫോൺ അവിടെയൊന്നുമില്ല. അവൾ വെപ്രാളം കണ്ടുകൊണ്ടതിന് അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രമതി ചോദിച്ചു, എന്ത് പറ്റിയടി നിനക്ക്? വല്ല പാമ്പോ പഴുതാരോ നിന്നെ കടിക്കാൻ വന്നതുപോയല്ലോ, നീ എന്താ ഈ പരക്കം പാഞ്ഞ് തിരയുന്നത് എന്ന് ചോദിക്കും. എന്നാൽ തൻ്റെ ഫോൺ കാണാനില്ല എന്ന് രേവതി സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് പിന്നെ ചോദിക്കണോ? അവരങ്ങ് തുടങ്ങി. കണ്ടില്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടിയാൽ അത് സൂക്ഷിക്കാൻ അറിയണം, അല്ലാതെ ഇതുപോലെ ആൾക്കാരുടെ കയ്യിൽ നിന്നും കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കും വല്ലാത്ത വിഷമമായി. അവൻ രേവതിയോട് ദേഷ്യപ്പെട്ടു. എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും, മര്യാദക്ക് പോയി തപ്പിയെടുക്കാൻ പറയും. രേവതിക്ക് ശരിക്കും അങ്ങ് സങ്കടം വന്നു. കണ്ണ് നിറഞ്ഞ് അവൾ വീണ്ടും തിരയാൻ തുടങ്ങി. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ടായി വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. കാര്യം പറഞ്ഞപ്പോൾ വർഷ ഒട്ടും ടെൻഷനായില്ല. അവൾ പറഞ്ഞു, എന്തിനാ രേവതി ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഫോൺ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, ഞാൻ എൻ്റെ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖം അങ്ങ് വിളറി വെളുത്തു. അതിൽ സിം ഇട്ടിട്ടുണ്ട് എന്ന കാര്യം ശ്രുതിക്കറിയില്ലായിരുന്നു. ഫോൺ സൈലൻ്റ് ആക്കാൻ അവൾ മറന്നുപോയിരുന്നു. പക്ഷേ വർഷ ഫോണെടുത്ത് രേവതിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോഴാണ് എല്ലാവരും ആ ഒരു ശബ്ദം ശ്രദ്ധിക്കുന്നത്. കോളിൻ്റെ ബെല്ലടിക്കുന്ന ആ ഒരു ശബ്ദം വന്നത് ശ്രുതിയുടെ മുറിയിൽ നിന്നാണ്. എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടന്നു. ശ്രുതി ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുവാണ്. ശ്രീകാന്ത് പോയി അൽമാർ തുറന്നു നോക്കുന്നത് കണ്ട് പട്ടുസാരികൾക്കിടയിൽ ഫോൺ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് കണ്ടു. രേവതിയുടെ ഫോൺ അവിടെ നിന്ന് കിട്ടിയപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഫോൺ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വന്ന ശ്രീകാന്ത് ശ്രുതിയോട് ചോദിച്ചു, ഇതെങ്ങനെ നിന്റെ അൽമാറയിൽ വന്നേന്ന്? അവൾക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. തല കുനിച്ച് നിൽക്കാനേ ശ്രുതിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വന്ന് ചന്ദ്രമതിയെ നോക്കി ചോദിച്ചു, ഇപ്പം മനസ്സിലായോ ആരാ ഇവിടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അറിയാത്തവരെന്ന്? അസൂയക്കൊക്കെ ഒരു അതിരുണ്ട് ചന്ദ്രയെ. ഒരു പാവം പെൺകുട്ടിക്ക് ചെറിയൊരു സന്തോഷം കിട്ടിയാൽ അത് കെടുത്താൻ നോക്കുന്ന നിനക്കൊന്നും ഈ ഒരു ജന്മത്തിൽ ഗുണം പിടിക്കില്ല നീ. രവീന്ദ്രൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. വർഷയും വിട്ടില്ല. അവൾ പറഞ്ഞു, സ്വന്തം ചേച്ചിയെപ്പോലെ കാണുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി? നാണം കെട്ട് തലയും താഴ്ത്തി നിൽക്കാനേ ചന്ദ്രമതിക്കും ശ്രുതിക്കും അന്നേരം കഴിഞ്ഞുള്ളൂ. രേവതിക്ക് സന്തോഷത്തോടു കൂടി വർഷ ആ ഒരു ഫോണ് തിരികെ നൽകി. അങ്ങനെ അവർക്കെല്ലാവർക്കും വലിയൊരു മുട്ടം പണി കൊടുത്തുകൊണ്ടതിന് രേവതിയും സച്ചി ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.